മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം. പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതു വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. യേശു അനേകം അത്ഭുതങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അത്ഭുതം കാണിക്കാനായി അത്ഭുതം പ്രവർത്തിക്കുകയല്ല, രോഗികളെ സൗഖ്യമാക്കുക, ബന്ധനസ്ഥരെ വിമോചിപ്പിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക തുടങ്ങിയ അത്ഭുതങ്ങൾ ചെയ്തതിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടുന്ന് ദൈവപുത്രനാണെന്നും തന്നിൽ വിശ്വസിക്കേണ്ടവർക്ക് അത് അടയാളമായി കാണാമെന്നും അർത്ഥമാക്കി. എന്നാൽ യേശു അത്ഭുതം ചെയ്യുന്നത് കാണാൻ അത്ഭുതത്തോടെ വന്ന പലരും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ യേശു ചെയ്യുന്ന അത്ഭുതങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അങ്ങനെ യേശുവിനെ വിമർശിക്കാനും പലരും വന്നിരുന്നു. ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്താൻ വന്ന ഒരു കൂട്ടർ യേശു ശബ്ബത്ത് ദിവസം അത്ഭുതം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നവരാണ്. ശബ്ബത്ത് ദിവസം യഹൂദന്മാർ വിശ്രമിക്കുകയും യാതൊരു ജോലിയിലും ഏർപ്പെടാതിരിക്കുകയും നിശ്ചിത ദൂരത്തിൽ കൂടുതൽ യാത്ര ചെയ്യുക പോലും ചെയ്യാതിരിക്കുകയും വേണം എന്നാണ് നിയമം. ഇതിൽ പല മാനദണ്ഡങ്ങളും കാലാകാലങ്ങളിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലാതെ മോശെ നൽകിയ ന്യായപ്രമാണം നേരിട്ട് പറഞ്ഞതല്ല. അപ്പോൾ തന്നെ ജീവൻ രക്ഷിക്കാനായി അതുപോലുള്ള പ്രധാന കാര്യങ്ങൾക്കായും ശബ്ബത്ത് ദിവസം ജോലി ചെയ്യാൻ അനുവദിച്ചിരുന്നു. ദൈവാലയത്തിൽ ജോലി ചെയ്യുന്നവർക്കും വിശ്രമം ബാധകമല്ലായിരുന്നു. യേശു സൗഖ്യമാക്കുന്നത് ശബ്ബത്ത് ദിവസമാണെങ്കിൽ അത് ദൈവകൽപ്പനാ ലംഘനമെന്ന് വ്യാഖ്യാനിച്ച് കുറ്റം വിധിക്കാൻ വന്നവരുടെ ഹൃദയത്തിലെ ചിന്ത ഗ്രഹിച്ചിട്ടാണ് അവിടുന്ന് ചോദിക്കുന്നത്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നതാണോ ശരി, അതോ തിന്മ ചെയ്യുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവനിയോഗത്താൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു വിധത്തിലും ഏതെങ്കിലും ഒരു ദിവസം ആ ദിവസത്തിൻ്റെ സവിശേഷത പറഞ്ഞ് നന്മ ചെയ്യുന്നതും ജീവൻ രക്ഷിക്കുന്നതും മാറ്റിവെക്കാനാകില്ല. പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നതാണ് കർത്താവായ യേശു നൽകിയ കൽപ്പന. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.